നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സുചിത്ര കെ.ആർ. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നമ്മൾ ഇന്ന് ആദ്യത്തെ ഡിസിപ്ലിൻ കോഴ്സായ മൈക്രോ എക്കണോമിക്സ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 2 സപ്ലൈ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു കമോഡിറ്റി വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ആംഗിളിൽ നിന്നാണ് നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഡിമാൻഡ് അനാലിസിസ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ സപ്ലൈ അനാലിസിസിൽ ഇതേ മാർക്കറ്റിലേക്ക് ഈ കമോഡിറ്റി എങ്ങനെ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫേമിൻ്റെ ആംഗിളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ എന്നാൽ ഒരു ഫേം ഒരു നിശ്ചിത സമയത്ത് പ്രൈസിന് ആനുപാതികമായി എത്രത്തോളം കമോഡിറ്റി നൽകാനായി സന്നദ്ധരാണ്, അതുപോലെ തന്നെ പ്രാപ്തരാണ് എന്നുള്ളതാണ് സപ്ലൈ ഡിസ്കസ് ചെയ്യുന്നത്. സോ സപ്ലൈ റെപ്രസെൻറ്റ്സ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ ഗുഡ് ദാറ്റ് എ ഫേം ഇസ് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പ്രൊവൈഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ പറയുന്നത് സപ്ലൈ അനാലിസിസിൽ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് എ ഫേം ടു പ്രൊവൈഡ് വേരിയസ് ലെവൽസ് ഓഫ് കമ്മോഡിറ്റി ഓഫ് എ ഗുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വില്ലിംഗ്നെസ്സും എബിലിറ്റിയുമാണ് രണ്ട് കൺസെപ്റ്റ്സും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്ലൈയിൽ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. വില്ലിംഗ്നെസ് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സന്നദ്ധത, എത്ര ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്കണോമിക്സിൽ നമ്മൾ എപ്പോഴും റാഷണൽ ആയിട്ടുള്ള ഒരു ഫേമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റാഷണൽ ആയിട്ടൊരു ഫേം എന്ന് പറഞ്ഞാൽ അവരുടെ സന്നദ്ധത എന്തിനനുസരിച്ചായിരിക്കും? പ്രോഫിറ്റിനനുസരിച്ചായിരിക്കും. പ്രോഫിറ്റാണ് എപ്പോഴും ഒരു ഫേമിൻ്റെ പ്രൈം മോട്ടീവായിട്ട് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വരവും ചെലവിനും അനുസരിച്ചാണ് ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വരവിൽ നിന്ന് ചിലവ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെൻ സപ്ലൈ ചെയ്യുന്ന ഒരു ഫേമാണ്. ഞാനൊരു 10 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ഒരു ക്വാണ്ടിറ്റി പെന്നിന് ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 10 ക്വാണ്ടിറ്റി ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ 10 × 10 100 രൂപയായിരിക്കും എൻ്റെ വരവ്. അതുപോലെ ഈ പെൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കൊരു 50 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ 100 രൂപയിൽ നിന്ന് ചിലവായ 50 രൂപ കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന 50 ആണ് എൻ്റെ പ്രോഫിറ്റ്, അല്ലേ? അപ്പോൾ പ്രോഫിറ്റിനനുസരിച്ചാണ് നമ്മളുടെ ഒരു ഘടകം അതാണ്. പ്രോഫിറ്റിനനുസരിച്ചാണ് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യണമെന്ന് ഒരു ഫേം തീരുമാനിക്കുന്നത്. അതിൽ പ്രോഫിറ്റ് തന്നെയാണെങ്കിൽ പോലും പ്രൈസിനനുസരിച്ചും ആ കമോഡിറ്റിയുടെ പ്രൈസിനനുസരിച്ചും ആ കമോഡിറ്റി ഉൽപ്പാദിപ്പിക്കാനായി വരുന്ന ചിലവിനനുസരിച്ചും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എബിലിറ്റി ഓഫ് ദ ഫേം ടു പ്രൊഡ്യൂസ് വേരിയസ് ക്വാണ്ടിറ്റീസ് നോക്കാം. എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ കഴിവ്, എത്രത്തോളം കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കഴിവ് എന്തിനെ അനുസരിച്ചിരിക്കും? ഏറ്റവും അത്യാവശ്യമായി നമ്മൾക്കൊരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണ്ടുന്നത് റിസോഴ്സസ് ആണ്, അല്ലേ? വിഭവങ്ങളാണ്. ഈ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഫേമിന് പറ്റുന്നു എന്നുള്ളതിൻ്റെ കഴിവിരിക്കുന്നത്. സോ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇസ് വൺ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ദി എബിലിറ്റി ഓഫ് എ ഫേം ടു പ്രൊഡ്യൂസ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി. അനദർ ഫാക്ടർ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഫോർ എക്സാമ്പിൾ, റൈസ് കൾട്ടിവേഷൻ എടുക്കുക, റൈസ് പ്രൊഡക്ഷൻ എടുക്കുക. പഴയ കാലത്ത് ടെക്നോളജി വളരെ പുവറായിരുന്ന ഒരു സമയത്ത്, കലപ്പ കൊണ്ട് നിലം ഉഴുന്ന ഒരു സമയത്ത് 1 ഏക്കർ ഉഴാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും, അല്ലേ? എന്നാൽ ഇപ്പോൾ ടെക്നോളജി ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ട്രാക്ടർ ഉണ്ടായിരിക്കുമ്പോൾ ഇതേ 1 ഏക്കർ ഉഴാനായിട്ട് എത്ര കുറച്ച് സമയം മതി, അല്ലേ? അപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കൂടുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ പ്രൊഡക്ഷൻ്റെ അളവും കൂടുന്നുണ്ട്, സപ്ലൈ ചെയ്യാനുള്ള പ്രോഡക്റ്റിൻ്റെ അളവും കൂടുന്നുണ്ടല്ലേ? അപ്പം അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിൻ്റെ കൂടെ തന്നെ ടെക്നോളജിയും വേറൊരു ഫാക്ടറാണ് ഫേമിൻ്റെ എബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ വില്ലിംഗ്നെസ്സും അവൈലബിലിറ്റിയാണ് 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ സപ്ലൈയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത്. ഇങ്ങനെ ഈ വില്ലിംഗ്നെസ്സും അവൈലബിലിറ്റിയും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലേ? എന്തൊക്കെയായിരിക്കും? പ്രൈസ് ഓഫ് ദാറ്റ് കമോഡിറ്റി ഉണ്ട്, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അല്ലേ? ഇതെല്ലാം കുറച്ച് ഫാക്ടേഴ്സാണ്. നമ്മൾക്ക് കൂടുതലായി ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിറ്റർമൈൻ ഡിസ്കസ് ചെയ്യാനായിട്ട് സപ്ലൈ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കാം. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമോഡിറ്റിയുടെ വേരിയസ് ക്വാണ്ടിറ്റീസ് തമ്മിലും അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് തമ്മിലും ഉള്ളൊരു റിലേഷൻഷിപ്പാണ്. സോ സപ്ലൈ ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി സപ്ലൈഡ് ബൈ ഫേംസ് ആൻഡ് വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി സപ്ലൈ ഓഫ് ദി കമോഡിറ്റി. ഇനി നമുക്ക് സപ്ലൈ എഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ ഫാക്ടർ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എങ്ങനെയായിരിക്കും സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ എങ്ങനെയാണ്, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ റവന്യൂ കൂടുതലായിരിക്കും, അതായത് വരവ് കൂടുതലായിരിക്കും. വരവ് കൂടുമ്പോൾ പ്രോഫിറ്റും സ്വാഭാവികമായി കൂടുകയും പ്രോഫിറ്റിന് ആനുപാതികമായി നമ്മൾ എന്തായാലും സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുകയും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുകയും ചെയ്യും അല്ലേ. അതുപോലെ പ്രൈസ് ഓഫ് ദ ഗുഡിനല്ലാതെ മറ്റൊരു ഫാക്ടറാണ് പ്രൈസ് ഓഫ് ഇൻപുട്സ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, വില്ലിങ്നെസ് ഓഫ് ദ ഫേം ഡിസ്കസ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഒരു ഫാക്ടറാണെന്ന് പറഞ്ഞിരുന്നു. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഫാക്ടർ ഇൻപുട്സ്. കാരണം നമുക്കറിയാം ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് വേണം. ഫാക്ടേഴ്സ് ലൈക്ക് ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ. ഈ ലേബറിന് നമ്മൾ വേജ് കൊടുക്കണം, ലാൻഡിനാണെങ്കിൽ റെൻറ്റ് വേണം, അതുപോലെ ക്യാപിറ്റലിനാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇതെല്ലാം അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഇൻപുട്ട് പ്രൈസസ് ആണ്. ഈ ഇൻപുട്ട് പ്രൈസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സപ്ലൈ കുറയും. ഇനി ഇൻപുട്ട് പ്രൈസസ് കുറവാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിലവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരവിൽ നിന്ന് ചിലവ് മൈനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യും. അപ്പം കോസ്റ്റ് കുറയുവാണെങ്കിൽ സപ്ലൈ കൂടുകയും കോസ്റ്റ് കൂടുകയാണെങ്കിൽ സപ്ലൈ കുറയുകയും ചെയ്യും. പിന്നുള്ള ഒരു ഫാക്ടറാണ് ടെക്നോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജികളാണെങ്കിൽ നമുക്ക് സപ്ലൈ കൂടും. എന്നാൽ നേരെ തിരിച്ച് റുഡിമെൻ്ററിയോ ഷാലോ ആയിട്ടുള്ള ടെക്നോളജീസ് ആണെങ്കിൽ സപ്ലൈ കുറയും. അതുപോലെ മറ്റൊരു ഫാക്ടർ, നാലാമത്തെ ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നിങ്ങൾ ഡിമാൻഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം റിലേറ്റഡ് ഗുഡ്സ് എന്തൊക്കെയായിട്ടാണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അല്ലേ. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകമായി നമ്മൾ ഒരുമിച്ച് നിന്ന് ഉപയോഗിക്കുന്ന രണ്ട് ഗുഡ്സ് ആണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ സാൻഡും സിമെൻറ്റും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതല്ലേ, അത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. അപ്പം കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ, ഒരു ഗുഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ സപ്ലൈ കൂടുന്നത് പോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ പ്രൈസ് കൂടിയാലും നമ്മുടെ ഒറിജിനൽ ഗുഡിൻ്റെ സപ്ലൈ കൂടും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസ്. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? അത് ഒരു ഗുഡിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ഗുഡിനെ ഉപയോഗിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ കോക്കനട്ട് ഓയിലും പാം ഓയിലും. അപ്പം നമ്മളിപ്പം പാം ഓയിലാണ് എങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, കോക്കനട്ട് ഓയിലിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിൻ്റെ സപ്ലൈ കുറയുകയും ചെയ്യും. നേരെ തിരിച്ച് അപ്പം പാം ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുകയും അത് മനസ്സിലാക്കിയ ഫേം അത് കൂടുതൽ സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പം കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാൽ ഒറിജിനൽ ഗുഡിൻ്റെയും പ്രൈസ് കൂടും. എന്നാൽ നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ഗുഡിൻ്റെ സപ്ലൈ കൂടും. ഇനി അഞ്ചാമത്തെ ഫാക്ടറാണ് നമ്പർ ഓഫ് അതർ ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം കമ്മോഡിറ്റി. ഇപ്പം പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം കൂടുതൽ നമ്പർ ഓഫ് ഫേംസ് ഈ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ ഒരു എമൗണ്ട് ഓഫ് ഡിമാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഫേംസ് പേന പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഫേമിൽ നിന്ന് പേന പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ഫേം ഒരേ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫേമിൻ്റെയും സപ്ലൈ കുറയും. അതുപോലെ ഏറ്റവും അവസാനത്തെ ഒരു ഫാക്ടറാണ് പ്രൈസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഗുഡ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമോ ഇല്ലയോ എന്ന് ഉള്ള നമ്മളുടെ ഇന്നത്തെ എക്സ്പെക്ടേഷൻ. ഇപ്പോൾ ഞാനൊരു ഫേമാണ്, ഭാവിയിൽ ഞാൻ സപ്ലൈ ചെയ്യുന്ന എൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇന്ന് എൻ്റെ സപ്ലൈ കുറയ്ക്കും. കാരണം അന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാനിത് സപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതൽ പ്രൈസിൽ എനിക്കിത് വിൽക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ പ്രോഫിറ്റും കൂടുതലായിരിക്കും. അപ്പം ഭാവിയിൽ വില കൂടുമെങ്കിൽ ഞാൻ ഇന്ന് അതിൻ്റെ സപ്ലൈ കുറച്ച് ഭാവിക്ക് വേണ്ടി ഈ കമ്മോഡിറ്റി റേഷൻ ചെയ്ത് വെക്കും. എന്നാൽ ഭാവിയിൽ പ്രൈസ് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഇന്നപ്പം പ്രൈസ് എന്തായാലും കൂടുതലാണല്ലേ, അപ്പോൾ ഇന്ന് തന്നെ മാക്സിമം സപ്ലൈ ചെയ്ത് ആ പ്രോഫിറ്റ് റീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ഇൻപുട്സ്, ടെക്നോളജി, പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, നമ്പർ ഓഫ് അതർ ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം ഗുഡ്, പ്രൈസ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഗുഡ് ഇൻ ദ ഫ്യൂച്ചർ. ഈ ഫാക്ടേഴ്സിനെ നമുക്ക് സപ്ലൈ ഫംഗ്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യാം.
S is equal to A, Px, F1, F2, F3, etc. Fm, N, PC, PS, PE. ഇതിൽ S എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമോഡിറ്റി ആണ്. A റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെക്നോളജിയാണ്. PX പ്രൈസ് ഓഫ് ദി കമോഡിറ്റി ആണ്. F1, F2, F3, എക്സെട്ര FM എന്ന് പറയുന്നത് വേരിയസ് ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് ആണ് കാണിക്കുന്നത്. ഇവിടെ N കാണിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അതർ ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം കമോഡിറ്റി ആണ്. PC പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ് ആണ്. PS പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും. PE എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ ഗുഡ് ഇൻ ദ ഫ്യൂച്ചർ, പ്രൈസ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഗുഡ് ഇൻ ദി ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ വേരിയസ് ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതായിരിക്കും സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡിമാൻഡിനെ പോലെ തന്നെ പ്രൈസ് ഓഫ് ദ കമോഡിറ്റിയാണ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഈ പ്രൈസ് ഓഫ് ദി കമോഡിറ്റിയും വേരിയസ് ക്വാണ്ടിറ്റീസ് സപ്ലൈഡും കാണിക്കുന്നതാണ് സപ്ലൈ ഷെഡ്യൂൾ. നമുക്കിനി സപ്ലൈ ഷെഡ്യൂൾ നോക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളിനായിട്ട് റൈസ് കൾട്ടിവേഷൻ്റെ ഒരു പ്രൈസും വേരിയസ് ക്വാണ്ടിറ്റീസ്, ഓരോ പ്രൈസിനും എത്രത്തോളം ക്വാണ്ടിറ്റീസ് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും നോക്കാം. നിങ്ങൾ ഈ ഷെഡ്യൂളിൽ കാണുന്നത് പോലെ പെർ കിൻഡലിൽ റൈസിന് ഒരു കിൻഡലിന് 550 റുപ്പീസ് ആകുമ്പോൾ നോക്കൂ, ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിട്ടുള്ളത് 100 കിൻഡലാണ്. ഇനി പെർ കിൻഡൽ പ്രൈസ് കൂടി 600 രൂപയാകുമ്പോഴത്തേക്കിന് ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാവും? 160 കിൻഡലാവും. അതുപോലെ 650 റുപ്പീസ് പെർ കിൻഡൽ ആവുന്ന സമയത്ത് ടോട്ടൽ കിൻഡൽസ് ഓഫ് റൈസ് സപ്ലൈഡ് എന്ന് പറയുന്നത് 200 ആവും. അങ്ങനെ 700 പ്രൈസ് ആകുമ്പോഴത്തേക്കിന് 250 കിൻഡൽസ് സപ്ലൈ ചെയ്യും, 230 കിൻഡൽസ് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ 750 പെർ കിൻഡൽ ആവുന്ന പ്രൈസ് ആകുമ്പോൾ 250 ആവും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കാണുന്നത്? നിങ്ങളിപ്പം കണ്ടു പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടുന്നുണ്ട്. ഇതിൽ ഡിമാൻഡിലപ്പോൾ എങ്ങനെയായിരുന്നു? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുമായിരുന്നു അല്ലേ? അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത്. എന്നാൽ സപ്ലൈയിൽ വരുമ്പോഴത്തേക്കിന് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഈ റിലേഷൻഷിപ്പും പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സപ്ലൈ കർവ്. ഇനി സപ്ലൈ കർവിൽ നോക്കൂ, നിങ്ങൾ കാണുന്നത് പോലെ Y ആക്സിസിൽ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി കാണിക്കുന്നു, X ആക്സിസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് കാണിക്കുന്നു. ഈ നമ്മൾ നേരത്തെ കണ്ടിരുന്ന തന്നെ ആ സപ്ലൈ ഷെഡ്യൂൾ, അതായത് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് റൈസും കാണിക്കുന്ന അതേ ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ്. അതായത് 550 പ്രൈസാണ് ഒരു കിൻഡലിനെങ്കിൽ എത്ര സപ്ലൈ ചെയ്യുന്നു? 100 കിൻഡൽ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അതിനൊരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ വരുന്നു. ഇനി 550യിൽ നിന്ന് 600 റുപ്പീസ് പെർ കിൻഡൽ എന്ന് വരുന്ന സാഹചര്യത്തിൽ എത്രയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? 100ൽ നിന്ന് 160ലേക്ക് കൂടുന്നു. അങ്ങനെ ഓരോ കോമ്പിനേഷൻസും നമ്മൾ മാർക്ക് ചെയ്ത് ഈ കോമ്പിനേഷൻസിനെ എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഗ്രാഫാണ് സപ്ലൈ കർവ്. സപ്ലൈ കർവ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നത് ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണല്ലേ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സപ്ലൈ കർവും പോസിറ്റീവ്ലി തന്നെ സ്ലോപ്ഡ് ആണ്. ഇനി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞതുപോലെ ലോ ഓഫ് സപ്ലൈയും പറയാം. സോ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് അണ്ടർ ceteris paribus condition there exists a direct relationship between quantity supplied of a commodity and its price. എന്താണ് ceteris paribus കണ്ടീഷൻ? നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞല്ലേ, അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം. ഇവിടെ പ്രൈസ് വെച്ച് ബാക്കി ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ടെക്നോളജി, ഇൻപുട്ട് പ്രൈസസ്, അതർ റിലേറ്റഡ് കമോഡിറ്റീസിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ അതർ ഫേംസിൻ്റെ എത്ര നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്, ഈ ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് ceteris paribus കണ്ടീഷൻ. അപ്പോൾ ceteris paribus കണ്ടീഷനിൽ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ദാറ്റ് there exists a direct relationship between quantity supplied of a commodity and its price. That is, quantity supplied increases with increase in price and it reduces with the reduction in price. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോയർ സപ്ലൈയെ നമുക്ക് ഫങ്ഷണലി മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. S is equal to ഫങ്ഷൻ ഓഫ് PX, where PX എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദാറ്റ് കമോഡിറ്റി ആണ്. ഇനി അപ്പോൾ നമ്മൾ ഡിമാൻഡ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തിരുന്നു, സപ്ലൈ ഇപ്പോൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്തു. ഇനി ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്ന് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് വേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ്റർസെക്സ്. നമുക്കത് ഗ്രാഫിക്കലി തന്നെ കാണിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഡിമാൻഡിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് അല്ലേ.
ഇവിടെ നമ്മൾ കണ്ടു സപ്ലൈ കർവ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അങ്ങനെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് കർവും പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള സപ്ലൈ കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ ഗ്രാഫിൽ കാണുന്ന ഇ എന്ന് പറയുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് ഉണ്ടായിരിക്കും, നമ്മളതിനെ പി സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഒരു ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, ക്യൂ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് 2-ൽ സപ്ലൈയെക്കുറിച്ചും സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സിനെ കുറിച്ചും സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പും ആ റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലി കാണിക്കുന്ന സപ്ലൈ കർവിനെ കുറിച്ചും പിന്നെ നമ്മൾ യൂണിറ്റ് 1-ൽ പഠിച്ച ഡിമാൻഡും ഇവിടുത്തെ സപ്ലൈയും കൂടെ ചേർത്ത് ഇക്വിലിബ്രിയം ആവുന്ന ഒരു പോയിന്റിനെയും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.